ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന പരിപാടി എന്താണെന്നറിയില്ലേ? നെവിൻ പുറത്തേക്ക് ഓടിപ്പോകുന്നു കണ്ടു. പക്ഷേ നെവിൻ ഔട്ടായിട്ടില്ല. നെവിൻ തിരിച്ചു കയറുമെന്നാണ് ഇപ്പോൾ മീഡിയയിൽ പറയുന്നത്. നെവിൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ കുറച്ച് മുമ്പ് ഞാനൊരു വീഡിയോസ് കണ്ടിരുന്നു. ഇതുവരെ ബിഗ് ബോസിൽ നിന്ന് അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല, എവിക്റ്റ് ആയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നെവിനെ എവിടെയോ ബിഗ് ബോസ് വീട്ടിൽ എവിടെയോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെങ്കിലും നെവിൻ പുറത്ത് വരും, ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ നാളെ വരാം ആയിരിക്കാം. അതുപോലെ വേറൊരു ന്യൂസും കൂടി ഞാനിപ്പോൾ കണ്ടു. നമ്മുടെ ജിസൈലിൻ്റെ അമ്മയുടെ അനിച്ചത്തി മരിച്ചതായിട്ടൊരു വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ അതിൽ നിന്ന് ജിസൈലിനെ കിറ്റ് ചെയ്ത് പോകേണ്ടി വരുമോ എന്നുള്ളതൊരു സംശയമാണ്. കാരണം അതൊരു സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു. ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പാണ് ആ ഒരു വീഡിയോസ് ഞാൻ കണ്ടപ്പോൾ സത്യത്തിൽ ഭയങ്കര വിഷമം തോന്നി. അനുവായിട്ട് ഏത് സമയം ജിസൈൽ പേഴ്സണലി പ്രശ്നമാണ്. ഇപ്പോൾ ഇന്നലത്തെ ഒരു വീഡിയോസിൽ ഞാൻ കണ്ടിരുന്നു ജിസൈലിനെയും അനുവിനെയും ആക്ടിവിറ്റി റൂമിലേക്ക് വിളിപ്പിച്ച് അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അനു ഒരുപാട് പ്രാവശ്യം സോറിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ജിസൈൽ അമ്പിനും വിലയിലും അടുക്കാത്ത രീതിക്കാണ് ജിസൈലിൻ്റെ പെരുമാറ്റം. അതുപോലെ റെനയും അക്ബറും അപ്പാനിയും അനുവിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് കളിക്കുന്നത്. അനുവിനെ എന്താ പറയുക, ട്രിഗർ ചെയ്യുന്ന ഓരോരോ പരിപാടിയാണ് അവർ ചെയ്യുന്നത്. പട്ടി എന്നൊക്കെയാണ് റെന വിളിക്കുന്നത്. പട്ടി കുരയ്ക്കുന്നവരെ അനുവിൻ്റെ മുഖം പട്ടിയെ പോലെ എന്നൊക്കെ പറയുന്നു. ഈ പറയുന്ന റെന പറയുന്നത് ശരിയാണോ? നിങ്ങൾ തന്നെ പറയൂ. പട്ടി എന്നൊക്കെ വിളിക്കുന്ന എത്ര മോശകരമായ ഒരു വാക്കുകളാണ്. ഒരു സ്റ്റാൻഡേർഡായിട്ട് നടക്കുന്ന ഒരു ബിഗ് ബോസ് വീട്ടിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഭയങ്കര ഒരു ചീപ്പ് പരിപാടിയാണ്. സത്യം പറയാം, അതൊക്കെ കാണുമ്പോൾ വെറുപ്പ് തോന്നുകയാണ്. നമ്മൾ കുടുംബപരമായി ഇരുന്ന് കാണുന്ന ഒരു ഷോയാണത്. ഇത് ഇങ്ങനെയാവുന്ന സമയത്ത് എല്ലാവർക്കും വെറുപ്പ് പിടിക്കും. കാരണം അനുവിന് ഫാൻസ് കൂടുകയും ചെയ്യും, ഇവർക്ക് ആൾക്കാർ കുറയുകയും ചെയ്യും. അത് ഇവർ മനസ്സിലാക്കുന്നില്ല. അക്ബറും അതേപോലെ തന്നെ വേണ്ടാത്തൊരു തെറി ഇന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. എന്തായിരുന്നു അത്? പറയാൻ പറ്റാത്തൊരു വാക്ക്. രേണുവിനെ സെപ്റ്റി ടാങ്ക് വിളിച്ചതുപോലെ തന്നെ അനുവിനെ ഒരു വാക്ക് പറയുന്നുണ്ട്. ഇതെല്ലാം ബിഗ് ബോസ് കാണുന്നുണ്ട്. അപ്പോൾ ഈ ആഴ്ചത്തെ ബിഗ് ബോസ് ലാലേട്ടൻ വരുമ്പോൾ നമുക്കൊരുവിധം അടിയും പിടിയൊക്കെ കാണാം. അതേപോലെ ആര്യൻ അനുപോയ ബാത്റൂമിൽ പോകാൻ പറ്റില്ല, ഇനി ഞാൻ അവിടെ പോകില്ലാന്ന് പറഞ്ഞ മൂക്കൊക്കെ ഇങ്ങനെ പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം? കണ്ടൻറ് ഉണ്ടാക്കുകയാണ്, അത് അനുവിനെ വെച്ചുകൊണ്ട്. പക്ഷെ അനുവിനെ ആളുകൾ കൂടുതലായിട്ട് സ്നേഹിക്കുകയും അനുവിനോട് കൂടുതൽ അനുകമ്പ തോന്നുകയുമാണ് ചെയ്യുന്നത്. അത് ഇവർ മനസ്സിലാക്കുന്നില്ല. ഇവർ അവളെ കുറ്റം പറയുന്നതോടും ഇവരോട് എല്ലാവർക്കും വെറുപ്പ് തോന്നും. ഞാനിപ്പോൾ ഇൻസ്റ്റയിലായും ഫേസ്ബുക്കിലായാലും എവിടെ നോക്കിയാലും